ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ റിയാദിലെ അടുത്തൊരു ദിവസത്തോടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നീറ്റുണ്ടെന്നെ നല്ല അടിപൊളി മഴയായിട്ടില്ല. ഇവിടെ റിയാദിൽ നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ നമ്മൾ റെഡിയായി ഏകദേശം പുറത്തിറങ്ങിയപ്പോൾ തന്നെ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് 1-2 ലൊക്കേഷൻ നമ്മൾ ടാർഗറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് അടുത്ത ലൊക്കേഷൻ വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോകാമെന്നുള്ള പ്ലാനിലാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നല്ല മഴയായിട്ടില്ല. പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല മഴ പെയ്തിപ്പോൾ പോയിട്ടുള്ളൂ മഴ. ഇപ്പോൾ ഇന്നലെ നമ്മളെ വണ്ടി ഉള്ളിൽ ചളിയായിരുന്നു. അപ്പോൾ മഴ പെയ്ത് കുറച്ച് ചളിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഒരു സർവീസ് സെൻറ്റർ ആദ്യം തപ്പിയിട്ട് സർവീസ് സെൻറ്ററിൽ പോയിങ്ങാണ്ട് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്നാൽ ഏതായാലും മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ കൂടിയും കഴിഞ്ഞിട്ട് നാളെ കയറാമെന്നുള്ളതാണ്. എന്നാൽ ബോഡി ഇന്നലെ ഫുള്ള് നമ്മൾ ആ മലയൊക്കെ കയറി വന്നപ്പോൾ ബോഡി ഫുള്ള് ചളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ചളിയൊക്കെ പോയിട്ടുണ്ട്. റൂട്ടിലൊരു പള്ളി കണ്ടിട്ട് നല്ല അടിപൊളി പള്ളി. കാണുന്ന മ്യൂസിയം കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ വന്ന സമയത്ത് ഇത് ക്ലോസ് ആണ്. ഈ ടൈമിൽ ഓപ്പൺ അല്ല എന്ന് പറഞ്ഞത്. 4 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. എയർഫോഴ്സ് സ്വന്തമായ മ്യൂസിയം ആണിത്. പ്ലെയിന്, ഹെലികോപ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മ്യൂസിയം ആണ്. ഇതിന്റെ പുറത്ത് തന്നെ ഇതേ ഒരു പ്ലെയിന് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അവർ. പക്ഷെ കാണാൻ നമുക്ക് ഭാഗ്യമല്ല. രാവിലെ തന്നെ വന്നതാണ്. നെറ്റിൽ നോക്കിയപ്പോൾ 11 മണിക്ക് ഓപ്പൺ 12 മണിക്കേ ക്ലോസ് എന്നുള്ളൂ. പക്ഷെ അവർ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ സ്കൂൾ നടക്കുകയാണ്. നമുക്ക് ഇനി കാണുന്നുണ്ടെങ്കിൽ 4 മണിക്ക് ശേഷമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ടൈം ഷെഡ്യൂൾ മൊത്തം തെറ്റും. മ്യൂസിയം കാണൽ പാളി. നേരെ അടുത്ത ലൊക്കേഷൻ പിടിക്കട്ടില്ലേ. നമ്മളവിടെ നേരെ ലൊക്കേഷൻ പിടിച്ചത് കിങ്ഡം ടവർ ആണ്. അപ്പോൾ അവിടേക്ക് പോയി നോക്കഞ്ഞി. നമ്മുടെ കിങ്ഡം ടവറിൻ്റെ അവിടെ എത്തിയിട്ടില്ലേ. ഏകദേശം ടവറിന് നമ്മൾ 360 കവർ ചെയ്തിട്ടില്ലേ. പക്ഷെ ഫുൾ ടൈം വീഡിയോ ഓൺ ആക്കിയിട്ട് 360 ഇട്ടിരുന്നു കേട്ടോ. നമ്മുടെ പാർക്കിംഗ് കറക്റ്റ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കുറേ റൗണ്ട് കറക്കി കിങ്ഡം ടവറിനെ. ലാസ്റ്റ് ഒരു ഏരിയ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കിടക്കണിട്ടില്ല. സാധനം നിൽക്കണം നിൽപ്പോക്കാണ് നിങ്ങൾ. നേരെ പാർക്കിംഗ് കിട്ടില്ലേ. 86 पार्किंग ഇത് വയലറ്റ് പാർക്കിംഗ് ആണോടാ. വയലറ്റ് പാർക്കിംഗ് ചെറിയ ചാർജുകളിട്ട് നമുക്ക് കിട്ടുള്ളൂ. 86 റിയാലോ വേണ്ട. വയലറ്റ് പാർക്കിംഗ് അന്വേഷിച്ചാൽ 86 റിയാല്. അപ്പൊ ഇനി നേരെ നമ്മൾ അത്ര റിച്ച് അല്ല. അപ്പൊ നേരെ താഴെ കൊണ്ടുപോയിടാം. പാർക്കിംഗ് കുറച്ച് റിസ്ക് ആയിട്ടില്ല. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് പറഞ്ഞിരുന്നു പാർക്കിങ്ങിന് നിൽക്കരുത്, പുറത്ത് എവിടെയെങ്കിലും പാർക്കിംഗ് ഇട്ടിട്ട് അകത്ത് കയറിയാൽ മതി. അതേ കാര്യം സുഖം. പക്ഷെ നമുക്ക് അഹങ്കാരം. അപ്പൊ നമ്മളേ കിങ്ഡം ടവറിന്റെ ആ ഭാഗത്തോട് ഒരുപാട് ചീറ്റ് കിട്ടില്ല, പാർക്കിംഗ് കിട്ടിയില്ല. ഒരുപാട് നോക്കി, അവിടെ പാർക്കിംഗ് എത്താൻ പറ്റുന്നില്ല. എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ ലാസ്റ്റ് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് ഭാഗത്ത് കൊടുത്ത് പാർക്ക് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്യാന്നുള്ള പ്ലാനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാദിലെ കിങ്ഡം ടവറിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് കിങ്ഡം ടവറിലെ ഇതിലെ സ്കൈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് കാണാൻ പോകാമെന്നുള്ള ആഗ്രഹത്തോടെ ഇവിടെ എത്തിയതാണ്. അത്യാവശ്യം മോർണിംഗ് ഇറങ്ങിയിരുന്നു, 1-2 സ്ഥലങ്ങളൊക്കെ പോയി. പക്ഷേ അവിടെയൊക്കെ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ അകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം. സ്കൈ ബ്രിഡ്ജ് ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സംഭവമാണ് റിയാദിലെ. എന്താ അതിൻ്റെ ഹൈറ്റ് ഒക്കെ ആണ്, വ്യൂ ഒക്കെ അടിപൊളിയിട്ടില്ല. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എൻട്രി എല്ലാം നല്ല അടിപൊളിയാണ്. പക്ഷേ പാർക്കിംഗ് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെടാം ഞങ്ങൾ കുറച്ച് കുടുങ്ങി. പക്ഷേ നടന്നില്ല. അപ്പോൾ വണ്ടി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിക്കാണ്ട് ഞങ്ങൾ ഇനി നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോകട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഉള്ളിൽ കയറിയിട്ടില്ല. ഉള്ളിൽ കയറിയപ്പോൾ സമയത്ത് ഇവിടുന്ന് ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് കയറിയിട്ട് വേണം നമുക്ക് മേലെ പോകാൻ. അപ്പോൾ ലിഫ്റ്റ് കയറിയതിൻ്റെ മുമ്പ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ആദ്യം നമ്മൾ സ്കൈ ബ്രിഡ്ജിക്ക് പോണ കിങ്ഡം ടവറിൻ്റെ അകത്തിലെ മാളാണ് ഇട്ടലി. അത്യാവശ്യം വലിയ മാൾ തന്നെയാണ്. അത്യാവശ്യം നല്ല മാളാണ്. നമ്മൾ ഈ ഇതൊക്കെ കണ്ടതിന് ശേഷം ഈ സ്കൈ ബ്രിഡ്ജിക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. ഫുഡ് കഴിച്ചിട്ട് ബ്രിഡ്ജിക്ക് കയറാം, അതാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമ്മളെ സ്കൈ ബ്രിഡ്ജിക്ക് കയറാമെന്നുള്ള പ്ലാനിലാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ ഫുഡ് പെട്ട് കിടക്കിയിരുന്നു. ടൈമിന് കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഫുഡ് കിട്ടാനും വേറെ എവിടേക്ക് നീങ്ങുമ്പോൾ വളരെ ലോങ് ആയിക്കാരം. അപ്പോൾ ആ സൈഡിലൊന്നും റെസ്റ്റോറൻറ്റില്ല. അങ്ങനെ 2 പ്രാവശ്യം ഞങ്ങൾ കുടുങ്ങി. അപ്പോൾ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇട്ടില്ല, കണ്ടിട്ട് നല്ല അടിപൊളി ഡിസൈനാണ്. ഒന്ന് കയറി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ കയറിയ റെസ്റ്റോറൻറ്റിൽ 21 രാജ്യങ്ങളുടെ ഡൈനിങ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. 21 രാജ്യങ്ങളുടെ ഫുഡ് എക്സ്പീരിയൻസ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കഴിക്കാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് കൗണ്ടർ ഉണ്ടിട്ടില്ല ഇതിൻ്റെ അകത്ത്. പക്ഷെ നമ്മൾ മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് ഫാമിലി ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നേരെ പുറത്തേക്ക് നമുക്ക് പറ്റിയൊരു ഫുഡ് ഇതിൻ്റെ അകത്തില്ല. കാരണം പരീക്ഷിക്കാൻ വയ്യ. കാരണം ഇങ്ങനത്തെ ടൈം ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഫുഡ് ഉണ്ടോ നോക്കാം. അവിടെ ഉണ്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഫുഡ്, ഭയങ്കര കോസ്റ്റ്ലി ഫുഡാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ല അത് കഴിക്കാൻ. അപ്പോൾ ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇവിടുന്ന് ഫുഡ് ഇതിൻ്റെ അകത്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്കൈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ്, ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അതേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് സ്കൈ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ആണ്. നേരെ കയറി നോക്കാം നമുക്ക്. അയ്യോ അതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടല്ലേ. നമ്മുടെ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ ജസ്റ്റ് നമുക്ക് കയറി നോക്കാം. കാരണം ഫാമിലിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമ്മൾ കൂടുതൽ പിന്നെ റെക്കോർഡ് ചെയ്യുന്നില്ല. കാരണം ഫീമെയിൽ ഫാമിലീസൊക്കെ ഉണ്ടാവും പുറത്തുള്ളിൽ എൻട്രൻസിൽ കയറി വന്ന സമയത്ത് എൻട്രൻസിൽ കയറി വന്ന സമയത്തിന് അത്യാവശ്യം ലൈൻ ഉണ്ട്. ഇവിടെ വെയിറ്റിംഗ് തന്നെയാണ്. ഇന്ന് റിയാദിൽ വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. കാരണം ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഉള്ളിൽ കയറുന്നത്. അപ്പോൾ നമ്മളവിടുന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ പോകുന്നിടയിൽ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ വീട്ടിൽ
റിയാദിലുള്ള കിൻഡൻ ടവറിൻ്റെ 99ാം നിലയിലുള്ള സ്കൈ ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം ഈ കൺട്രിയിൽ വെച്ചിട്ട് ഏറ്റവും 5ാം സ്ഥാനത്തിൽ നിൽക്കുന്ന അമ്പരചുംബി എന്ന് പറയുമല്ലോ, അമ്പരചുംബി ആയിട്ടുള്ള ഒരു ടവറാണ് ഈ ഒരു കിൻഡൻ ടവർ എന്ന് പറയുന്നത്. 1999 സ്റ്റാർട്ട് ചെയ്തിട്ട് 2002 ഈ ഒരു ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണല്ലോ ഈ സ്കൈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നില്ലേ. എന്താ ഹൈറ്റ്, എന്താ ഫീൽ, ഏകദേശം റിയാദ് സിറ്റി മൊത്തം ഇതിൻ്റെ അകത്തുനിന്ന് കാണുന്നുണ്ട്. ഇതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇതിന്റെ മുകൾക്ക് വരുന്നതോറും നമ്മളെ ചെവിയൊക്കെ അടങ്ങിയ ഫീലാണ് കേട്ടുള്ളത്. കാരണം അത്രയും ഹൈറ്റിലാണല്ലോ നിൽക്കുന്നത്. എവിടേക്കടെ കയറി പോണ് ഇതായോ, എവിടേക്കാ കയറണേ, എന്താ സെറ്റ് വ്യൂ, വ്യൂ നല്ല അടിപൊളി വ്യൂ. എങ്ങനെയുണ്ട് കാണാൻ? സ്കൈ ബ്രിഡ്ജിൽ നിന്നാണ്ട് നമ്മളിങ്ങനെ ക്ലോസിൽ വീഡിയോ എടുക്കുന്ന സമയത്ത്, താഴേക്ക് എടുക്കുന്ന സമയത്ത് മറ്റേ ഗൂഗിൾ മാപ്പിലെ സിമ്പിൾ ഉണ്ടല്ലോ അതേപോലെ ഫീൽ ചെയ്യണേ. റിയാദിന്റെ മിക്കവാറും ഫുൾ ഭാഗമായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണും കേട്ടോ. എന്താ വ്യൂ, അടിപൊളി വ്യൂ, വ്യൂ ഒന്നും പറയാനോ പറ്റാത്ത വ്യൂ. മാക്സിമം കവർ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. കാരണം ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത ലൊക്കേഷൻ, റിയാദിൻ്റെ വേറെ അടുത്ത ലൊക്കേഷനിലൊക്കെ നോക്കാം. കാരണം എന്താ രസം എന്നറിയാം. ഇവിടെ സ്കൈ ബ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗം കവർ ചെയ്ത് നമ്മൾ നേരെ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇനി നമ്മൾ ലിഫ്റ്റ്, ഇവിടെ ലിഫ്റ്റ് വന്നിട്ടിട്ട് അപ്പം നമ്മൾ ലിഫ്റ്റ് കയറി നേരെ താഴേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 77ാമത്തെ നിലമക്ക്. ഇത് 99 ഈ നിൽക്കുന്നത്, പിന്നെ 77 ഇത് പോയി സ്റ്റേ ചെയ്യും നിൽക്കും. എന്നിട്ട് അവിടുന്ന് മാറിയിട്ട് വേണം അടുത്ത ഇതിലോട്ട് കയറാൻ. ഇത് ലിഫ്റ്റ് പോകണ നോക്കുകയാണെങ്കിൽ 96, 95, 94, 93. അപ്പോൾ നമ്മൾ സ്കൈ ബ്രിഡ്ജും ഈ മാളൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് പുറത്തിറങ്ങാട്ട്. കിങ്ഡൺ ടവർ അത്യാവശ്യം മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. സ്കൈ ബ്രിഡ്ജും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടില്ല. 60 റിയാലുണ്ട് ഒരാൾക്ക് സ്കൈ ബ്രിഡ്ജിന്റെ അകത്ത് കയറാൻ. ഫുഡ് കഴിക്കാൻ നമ്മൾ നോക്കി, പക്ഷേ ഫുഡ് കൗണ്ടർ അല്ലാതെ കൂടുതൽ അവിടെ ഒന്നും കണ്ടില്ല. ഒരൊറ്റ കൗണ്ടറെ കണ്ടത്, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, നമുക്ക് പറ്റിയ ഫുഡും അതിൻ്റെ അകത്തില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കാം, വേറെ ഏതെങ്കിലും ലൊക്കേഷൻ നോക്കി പോകട്ടെ. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.